കഴിഞ്ഞ ദിവസം രാത്രിയാണ് പരാതിക്കാധാരമായ സംഭവമുണ്ടായതായി പറയുന്നത്. രാത്രി 10:55-ന് ശ്വാസതടസ്സവും കടുത്ത പനിയുമായി 10 വയസ്സുകാരിയുമായി തൃക്കരിപ്പൂരിലുള്ള രക്ഷിതാക്കൾ എത്തിയെങ്കിലും കൗണ്ടറിൽ ചുമതലയുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരൻ ടോക്കൺ നൽകാൻ വിസമ്മതിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. അപ്പോൾ തന്നെ എത്തിയ മറ്റൊരു രോഗിക്ക് ടോക്കൺ നൽകി ചികിത്സയ്ക്കായി ഡോക്ടറുടെ മുറിയിൽ എത്തിച്ചതായുമാണ് പരാതി ഉയർന്നത്. സംഭവം പുറത്തുവന്നതോടെ വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ ആശുപത്രി അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ആശുപത്രിയിലെത്തി മെഡിക്കൽ ഓഫീസറെ കണ്ട ശേഷം DMOയുമായി ഫോണിൽ സംസാരിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി. തുടർന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, ആശുപത്രി വികസന സമിതി അംഗം AGC ഷംഷാദ് എന്നിവർ മെഡിക്കൽ ഓഫീസറെ കണ്ട് ചർച്ച നടത്തി. സംഭവത്തിൽ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച പ്രതിഷേധം നടത്തുവാൻ തീരുമാനിച്ചുവെങ്കിലും വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ പ്രശ്നപരിഹാരമുണ്ടാക്കുമെന്ന് അറിയിച്ചതിനാൽ സമരം മാറ്റിവെച്ചതായി അവർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നടക്കാൻ പറ്റാത്ത കാരണം കോമ്പൗണ്ടിലുണ്ടായിരുന്ന 2 പേഷ്യൻറ്റിൽ ഒരാൾക്ക് ചികിത്സ നൽകുകയും മറ്റൊരാൾക്ക് ചികിത്സ നിഷേധിക്കുകയും ചെയ്ത ഒരു കെടുകാര്യസ്ഥത, അത് ജീവനക്കാരൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു തെറ്റായ സമീപനത്തെ ഒരിക്കലും തൃക്കരിപ്പൂരിൻ്റെ മണ്ണിൽ വെച്ച് പൊറുപ്പിക്കില്ല. അപ്പോൾ നമ്മളിന്ന് പ്രതിഷേധമായിട്ട് തന്നെ മെഡിക്കൽ ഓഫീസറായിട്ട് സംസാരിച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നാളെ അടിയന്തര HMC വിളിച്ചിട്ടുണ്ട് എന്നറിയിച്ചതിനെ തുടർന്ന് താൽക്കാലികമായിട്ട് ഈ ഒരു കാര്യത്തിൽ നടപടി ഉണ്ടാകുന്നതുവരെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമരപരിപാടി നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും നാളെ ഈ ഹോസ്പിറ്റലിൻ്റെ നല്ല സമീപനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ജീവനക്കാരെ വെച്ചുപൊറിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സംഭവത്തെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ആശുപത്രി വികസന സമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.